നേരത്തെ തിരുകൊച്ചി മേഖലയിൽ പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു, മുനിസിപ്പാലിറ്റികൾ ഉണ്ടായിരുന്നു. മലബാറിൽ മദ്രാസി അസംബ്ലിയുടെ ഭാഗമായുള്ള മലബാറിൽ പഞ്ചായത്ത് ബോർഡുകൾ ഉണ്ടായിരുന്നു, ഡിസ്ട്രിക്ട് ബോർഡുകൾ ഉണ്ടായിരുന്നു. ഈ നിയമങ്ങളൊക്കെ അതിൽ നിന്നുള്ള നല്ല വശങ്ങളൊക്കെ ചേർത്തുകൊണ്ട് പ്രായോഗിക തലം പരിശോധിച്ച് പട്ടം താണുള്ള ഗവൺമെന്റ് ആണ് ആദ്യമായിട്ട് പഞ്ചായത്തുകൾ രൂപീകരിക്കുന്നതിന് സംസ്ഥാനത്ത് ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. പലപ്പോഴും EMSന്റെ സ്വപ്നവും EMSലൂടെ വന്ന സംഭവമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുക. പക്ഷെ EMSന്റെ ഒന്നാം ഗവൺമെന്റിന്റെ കാലത്ത് ഒരു കാര്യവും അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു നിയമം ഉണ്ടായിട്ടില്ല. 1960 കേരള പഞ്ചായത്ത് നിയമം വരുന്നത്. 1961 മുനിസിപ്പൽ ആക്ട് കൊണ്ടുവരുന്നത്. പക്ഷെ ആ ആക്ടിന്റെ ഭാഗമായിട്ട് 1964 ജനുവരി 1 സംസ്ഥാനത്ത് പഞ്ചായത്തുകൾ നിലവിൽ. പക്ഷെ ആ പഞ്ചായത്തുകൾക്ക് അധികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴുള്ള രീതിയിലുള്ള അധികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് ഭരണഘടനയുടെ ഭാഗമായിരുന്നില്ല, ഫണ്ട് ഇല്ലാത്ത ഒരു രീതിയിൽ പ്രവർത്തിച്ചു. മാത്രമല്ല അതിനുശേഷം ഒരുപാട് നിയമം കൊണ്ടുവന്നു. MPM ഇസാഖ് കുട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് നിയമം കൊണ്ടുവന്നു. പിന്നീട് ഔക്കാദർകുട്ടി 1967, 1969 ഔക്കാദർകുട്ടി നഹാസായി തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ലോക്കൽ ബോഡി ആക്ട് കൊണ്ടുവന്നു. ഇതിനെ ശാക്തീകരിക്കാനുള്ള ഒരുപാട് ഇടപെടലുകൾ തുടർന്നുള്ള ഓരോ ഗവൺമെന്റിൽ നടന്നു. പക്ഷെ കൃത്യമായുള്ള അധികാരമില്ലാത്തതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പോലും വിചിത്ര രീതിയാണ്. 1964 ആദ്യ പഞ്ചായത്ത് വന്ന ശേഷം പിന്നെ 1979 അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതായത് 15 വർഷം ഒരു ഭരണസമിതി തുടരാണ്. പലരും മരിച്ചു പോയിട്ടുണ്ട്. ആ രീതിയിലുള്ള ഭരണസമിതി തുടരാണ്. നേരത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന പഞ്ചായത്തുകളിൽ നികുതി അടയ്ക്കുന്നവർക്ക് മാത്രം വോട്ടവകാശമുള്ള ഒരു രീതിയാണ്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. പക്ഷെ അതിന് അനന്തമായി നീണ്ടു. പിന്നെ 79 തെരഞ്ഞെടുപ്പ് നടന്ന ഭരണസമിതി 1987 വരെ നീണ്ടു. പിന്നെ 88 തെരഞ്ഞെടുപ്പ് നടന്നിട്ട് 95 വരെ എത്തുന്നു. അതായത് പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കുന്നതിന് മുമ്പേ 31 വർഷത്തിനിടെ 3 ഭരണസമിതികൾ മാത്രമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അത് കാര്യമായ അധികാരമില്ല. വരുമാനം എന്ന് പറഞ്ഞാൽ നികുതിയുടെ വരുമാനം ഉണ്ടാവും. അതുപോലെയുള്ള റോഡ്, വില്ലേജ് റോഡിന് ഗവൺമെന്റ് കൊടുക്കുന്ന എന്തെങ്കിലും ഗ്രാന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു തലം എന്നല്ലാതെ മറ്റൊരു അധികാരം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പിന്നെ രാജ്യത്ത് വലിയ ചർച്ച നടന്നു. അശോക് മേത്തയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ വെച്ചു. കാരണം രാജീവ് ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്, 1 രൂപയുടെ വികസനം ഗുണഭോക്താവിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ 15 പൈസ മാത്രമാണ് ഗുണഭോക്താവിന് കിട്ടുന്നത്. ഇത് പരിഹരിക്കണമെങ്കിൽ വികേന്ദ്രീകരിക്കണം. അധികാരം ഒരു തലത്തിൽ നിൽക്കരുത്, താഴെത്തട്ടിലേക്ക് കൊടുക്കണം. അങ്ങനെയാണ് അശോക് മേത്തയുടെ 1978 റിപ്പോർട്ട് വന്നിരുന്നു, ഭരണഘടനയുടെ ഭാഗമാക്കണം തദ്ദേശ സ്ഥാപനങ്ങൾ. അങ്ങനെ രാജീവ് ഗാന്ധി ഒരുപാട് ശ്രമം നടത്തും. 1989 രാജീവ് ഗാന്ധി 64-65 ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നത്. ഈ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ടു. ഒന്ന് മുനിസിപ്പൽ ആയിട്ട് ബന്ധപ്പെട്ടും ഒന്ന് ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ടു. പക്ഷെ അന്നത്തെ ഒരു അവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി ഒരു വലിയ ശ്രമങ്ങൾ നടത്തി. രാജ്യത്തിന്റെ 4 ഭാഗങ്ങളിലായിട്ട് നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം വിളിച്ചു ചേർത്തു. ഒന്ന് ബാംഗ്ലൂരായിരുന്നു കേരളം ഉൾപ്പെടെയുള്ള പ്രസിഡന്റുമാർ പങ്കെടുക്കേണ്ട യോഗം. അദ്ദേഹം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇവരിൽ നിന്ന് അഭിപ്രായം സ്വരൂപിക്കാൻ വേണ്ടിയാണ്, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ ആ ബാംഗ്ലൂരിലുള്ള യോഗം കേരളത്തിലെ CPMന്റെ പ്രസിഡന്റുമാർ ബഹിഷ്കരിക്കുകയായിരുന്നു. ഇതിനൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവരാണിപ്പോ, അതാണ് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുക, അവർ ബഹിഷ്കരിച്ചു. മാത്രമല്ല ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിൽ പാസ്സായി. രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്ന സാഹചര്യം നമുക്കറിയാം, വലിയ ലീഡ് ഉണ്ടായിരുന്നു. ലോക്സഭയിൽ പാസ്സായി. പക്ഷെ രാജ്യസഭയിൽ ഈ ബില്ല് പരാജയപ്പെട്ടതിന്റെ കാരണം 5 വോട്ടിനാണ് രാജ്യസഭയിൽ പരാജയപ്പെടുന്നത്. ഈ 5 വോട്ടിൽ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ടീമുണ്ട്, ഇപ്പുറത്ത് CPM ആ ബില്ലിനെ എതിർക്കുകയാണ് ചെയ്തത്. ഒരു പക്ഷേ ആ ബില്ല് പാസ്സായിരുന്നെങ്കിൽ നരസിംഹറാവുവിന്റെ കാലത്ത് കൊണ്ടുവന്ന നിയമത്തെക്കാൾ ഒരുപാട് ശക്തമായിരുന്നു രാജീവ് ഗാന്ധി കൊണ്ടുവന്ന നിയമം. പിന്നീട് രാജീവ് ഗാന്ധി തുടങ്ങി വെച്ച ഒരു ആക്ട് നടപ്പിലാക്കണം എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ഒരു താല്പര്യം. ഇതിലൊരു രസകരമായ സംഗതി, കോൺഗ്രസിൽ ഉൾപ്പെടെ MP മാർ രഹസ്യമായിട്ട് എല്ലാവരും ഇതിന് എതിരായി ആക്ട് കൊണ്ടുവരുന്നത്. കാരണം അധികാരം താഴെത്തട്ടിലേക്ക് കൊടുക്കുമ്പോൾ MP മാർക്കും MLA മാർക്കും അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവും. അതിനാണ് വിഷയം, അതിനെതിരായിരുന്നു. അപ്പൊ നരസിംഹറാവുവിന്റെ ഒരു അവസ്ഥ നമുക്കറിയാം. അദ്ദേഹം എല്ലാത്തിനും ഒരു മധ്യസ്ഥ ശ്രമം നടത്തിയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അതിന് കണ്ടെത്തിയ പരിഹാരമാണ്, MP മാർക്കൊക്കെ ഇതിന് വിയോജിപ്പുണ്ട് അധികാരം താഴേക്ക് കൊടുക്കുന്നതിൽ എന്ന് കണ്ടെത്തിയ ഒരു സൊല്യൂഷൻ ആയിരുന്നു MP ഫണ്ട് അനുവദിക്കുക. അന്നാണ് നരസിംഹറാവു ഗവൺമെന്റാണ് MP ഫണ്ട് അനുവദിച്ചിറക്കിയത്. ഇപ്പം MP മാർക്ക് ഒരു വർഷം 6 കോടി രൂപയുണ്ട്.
അപ്പൊ അങ്ങനെ ഒരു MP ഫണ്ട് സിസ്റ്റം തുടങ്ങാൻ കാരണം ഈ അധികാര കേന്ദ്രീകരണത്തിന് പിന്തുണ കിട്ടാൻ വേണ്ടിയാണ്. ചരിത്രത്തിന്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞത്. അങ്ങനെ നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് 73-74 ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. അത് 1993 ഏപ്രിൽ 24 പാസ്സാക്കുന്നത്. അങ്ങനെ രാജ്യത്തുള്ള എല്ലാ സ്റ്റേറ്റിനോടും പറഞ്ഞു ഇതിനനുസൃതമായിട്ട് നിയമം പാസ്സാക്കണം. 1 വർഷം സമയം കൊടുത്തു. രാജ്യത്ത് പലരും കരുതുന്നത്, പലരും പ്രസംഗിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, രാജ്യത്ത് ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം ആദ്യമായിട്ട് നിയമം പാസ്സാക്കിയത് കേരളമാണ്. തെറ്റാണ്. ആദ്യം പാസ്സാക്കിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ രാജസ്ഥാനാണ്. ഏറ്റവും സമയത്തിന്റെ ഏറ്റവും അവസാനമാണ് കേരളം പാസ്സാക്കിയിട്ടുള്ളത്. അതായത് 93 ഏപ്രിൽ 24 ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നു. 94 ഏപ്രിൽ 24 അർദ്ധരാത്രി വരെ നിയമസഭ ചേർന്നുകൊണ്ടാണ് CT അഹമ്മദ് അലി സാഹിബ് 1 വർഷം. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ധൃതി പിടിച്ച് പെട്ടെന്ന് രാജ്യത്തിന് വിധവാങ്ങളിൽ നടപ്പാക്കിയ പഞ്ചായത്ത് രാജ് ആക്ട് നഗരപാലിക നിയമമായിരുന്നില്ല കേരളത്തിൽ. അത്രയധികം മാറ്റങ്ങൾ. കാരണം 1 വർഷം വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തു, വിവിധ വിദഗ്ധരുമായി കൂടിയാലോചിച്ചു, അനുഭവങ്ങൾ ശേഖരിച്ചു. ആ രീതിയിൽ സമ്പൂർണമായിട്ടുള്ള ഒരു പഞ്ചായത്തി രാജ് ആക്ടും മുനിസിപ്പൽ ആക്ടും 1994 കൊണ്ടുവരിക. ഏപ്രിൽ 23 യോഗം ചേർന്ന് 24 പാസ്സാക്കുന്നത്. അർദ്ധരാത്രി വരെ യോഗം ചേർന്നു. പിന്നെ ദിവസമില്ലാത്തത് കൊണ്ടാണ് അന്ന് നിയമസഭ പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത രീതിയിലാണ് സഭ ചേരുന്നത്. ആ രാത്രി വെച്ചത് അത്രയധികം ചർച്ച ചെയ്തു. അത്രയധികം അന്ന് കരുണാകരൻ മുഖ്യമന്ത്രി, അദ്ദേഹം CTയെ അഭിനന്ദിച്ച് നടത്തിയ പ്രസംഗമൊക്കെ ചരിത്രത്തിന്റെ ഭാഗം. അദ്ദേഹം നിയമവിദഗ്ധനൊന്നുമല്ല, പക്ഷെ ഈ നിയമം കണ്ടിട്ട് എല്ലാ നിയമവിദഗ്ധർക്കും മേലെയാണ് CT എന്നൊക്കെ കരുണാകരൻ പറഞ്ഞിരുന്നു. ആ രീതിയിലുള്ള വലിയ നിയമനിർമ്മാണം കൊണ്ടുവന്നു. അതോടുകൂടി കേരളത്തിലെ പഞ്ചായത്തുകളുടെ സ്വഭാവം മാറുകയാണ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഈ 95 ശേഷം ഒരു ഭരണസമിതിയും 5 വർഷത്തിലധികം കേരളത്തിൽ തുടർന്നിട്ടില്ല. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ 31 വർഷത്തിനിടെ 3 ഭരണസമിതി വന്ന സംസ്ഥാനത്ത് കൃത്യമായി 5 വർഷത്തിനിടെ ഭരണസമിതികൾ വന്നു. കാരണം പഞ്ചായത്ത് രാജ് ആക്ടിൽ പറയുന്നത് ഒരു ഭരണസമിതിയുടെ കാലയളവ് ആദ്യ യോഗം ചേരാൻ നിശ്ചയിച്ച തീയതി മുതൽ 5 വർഷം, അല്ലാതെ സത്യപ്രതിജ്ഞയ്ക്ക് മുതൽ 5 വർഷമല്ല, അതല്ലെങ്കിൽ എലക്ട് ചെയ്യപ്പെട്ട ഡേറ്റ് മുതൽ 5 വർഷമല്ല, ആദ്യ യോഗം ചേർന്നത് മുതൽ 5 വർഷം വരെ. ആദ്യ യോഗം ചേരാൻ നിശ്ചയിക്കപ്പെട്ട തീയതി, അന്നെന്തെങ്കിലും ആകസ്മിക കാരണത്താൽ യോഗം നടന്നില്ലെങ്കിൽ പോലും ആ തീയതി മുതൽ 5 വർഷം ഒരു ഭരണസമിതി. അതിൽ 1 ദിവസം പോലും എന്തില്ല കേരളത്തിൽ നീട്ടിക്കൊടുത്തിട്ടില്ല. അങ്ങനെ നീട്ടിക്കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇലക്ഷനൊക്കെ 1 മാസമൊക്കെ നീട്ടില്ല. അങ്ങനെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയുള്ള ഒരു ഭരണം, പ്രത്യേക ഒരു ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം 1-2 മാസത്തിൽ വരിക എന്നല്ലാതെ ഒരു കാരണവശാലും പഞ്ചായത്തുകൾക്ക്, ഭരണസമിതികൾക്ക് 5 വർഷത്തിലേക്ക് തുടരാൻ കഴിയാത്ത, അതാണ് ഇതിന്റെ ആക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇതിൽ പറയുന്നത്, അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം, സംസ്ഥാന ബജറ്റിൽ നിന്ന് 35% തുക തദ്ദേശ സ്ഥാപനങ്ങൾ ചെലവഴിക്കുന്ന രീതി. ഇന്ത്യ രാജ്യത്ത് ഇന്നേ വരെ 2025 പോലും രാജ്യത്തെ ഒരു സംസ്ഥാനത്തും സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിഹിതം മാറ്റിവെക്കുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കേരളവും മറ്റ് സ്റ്റേറ്റും തമ്മിലുള്ള മാറ്റം. ഇത് വന്നിട്ടുള്ളത് പഞ്ചായത്ത് രാജ് ആക്ട് കേരളത്തിൽ കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട്, ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് അത് ഉൾപ്പെടുത്തണമെന്നില്ല, അധികാരം കൈമാറിയാൽ മതി. അപ്പൊ അതോടുകൂടി കേരളത്തിൽ പഞ്ചായത്തുകൾക്ക് വലിയ രീതിയിലുള്ള ഫണ്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് ആ രീതിയിൽ മാറ്റം വരുത്തി ഫണ്ടുകൾ ബജറ്റിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക്. ഇതിൽ വലിയ പിന്നീട് തുടർന്ന് ഒരുപാട് അധികാരങ്ങൾ, പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ പൂർണ്ണ അധികാരസ്ഥൻ എന്നാണ് പറയുന്നത്. സമ്പൂർണമായിട്ടുള്ള അധികാരം നൽകുന്ന രീതിയിൽ ഭരണസമിതിയെ മാറ്റുന്ന പ്രാദേശിക ഭരണകൂടങ്ങൾ രൂപപ്പെട്ടു. പിന്നീട് AK ആന്റണി മന്ത്രിസഭ വന്നു. K കരുണാകരൻ ആ കാലയളവ് പൂർത്തീകരിച്ചില്ല, അതിനിടയ്ക്ക് രാജിവെച്ചതിന്റെ ഭാഗമായിട്ട് AK ആന്റണി മന്ത്രിസഭ വന്നു. ആ മന്ത്രിസഭയിൽ PKK ബാബുസാഹിബ് പഞ്ചായത്ത് വകുപ്പും കുഞ്ഞാലി സാഹിബ് മുനിസിപ്പൽ വകുപ്പാണ് കൈകാര്യം ചെയ്തത്. ആ കാലയളവിലാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവ് നിലവിൽ വരുന്നത്. ആ ഉത്തരവ് 15 സർക്കാരിന്റെ വകുപ്പുകളുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലേക്ക് മാറ്റി. അവിടെ ജീവനക്കാരിൽ വകുപ്പ്, കൃഷിഭവൻ, മൃഗാശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്കണവാടികൾ എന്ന് തുടങ്ങിയിട്ടുള്ള 15 സുപ്രധാനമായ സ്ഥാപനങ്ങളെ നേരെ തദ്ദേശ സ്ഥാപനങ്ങൾ കീഴിൽ കൊണ്ടുവന്നത് ഈ ആന്റണി മന്ത്രിസഭയുടെ കാലത്ത് 1995 ഇറക്കിയ ഒരു ഉത്തരവിന്റെ ഭാഗമാണ്. ഇതോടുകൂടി പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് സമ്പൂർണമായ അധികാരം, രാജ്യത്ത് സമാനതയില്ലാത്ത അധികാരം കേരളത്തിൽ. പിന്നീട് നായനാർ മന്ത്രിസഭയാണ്. ഇവിടെയാണ് ചരിത്രത്തിന്റെ ഒരു തമസ്കരണം നടക്കുന്നത്. പിന്നീട് വന്നത് EK നായനാരുടെ മന്ത്രിസഭ. ആ കാലയളവിലാണ് ജനകീയാസൂത്രണം ആരംഭിക്കുന്നത്.
അപ്പൊ ഈ അധികാര കേന്ദ്രീകരണത്തിന്റെ ചരിത്രം പല പുസ്തകങ്ങൾ പരിശോധിച്ചാലും സർക്കാരിന്റെ പല പ്രോഗ്രാം പരിശോധിച്ചാലും തുടങ്ങുന്നത് ജനകീയാസൂത്രണം മുതലാണ്. ഇപ്പൊ കേരള ഗവൺമെന്റ് കേരളത്തിന് വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ പഞ്ചായത്ത് രാജ് ആക്ട്, മുനിസിപ്പൽ ആക്ട് പാസാക്കിയ 1994 2019 25 വർഷം പൂർത്തിയായത് കേരളത്തിൽ ആഘോഷിച്ചിട്ടില്ല. സർക്കാർ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് പോലും ഇറക്കിയിട്ടില്ല. എന്നാൽ ജനകീയ ആസൂത്രണത്തിന്റെ 25ാം വാർഷികം എന്താക്കി വലിയ രീതിയിൽ ആഘോഷിച്ചു. അപ്പൊ പലരും കരുതുന്നത് ഈ രീതിയിൽ ഫണ്ട് വരാൻ തുടങ്ങിയതും ഈ രീതിയിൽ കേരളത്തിൽ അധികാരം വന്നതും ഈ കൃഷിഭവൻ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ തദ്ദേശ സ്ഥാപനങ്ങൾ കിട്ടാനുള്ള കാരണം കേരളത്തിൽ ജനകീയാസൂത്രണമാണ്. അങ്ങനെ തന്നെ ബോധപൂർവം ഞാൻ ജനകീയാസൂത്രണത്തിന്റെ 25ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കിയ പല പുസ്തകങ്ങൾ പരിശോധിച്ചതിലൊക്കെ ഇതൊക്കെ അതിന്റെ ഉത്തരവാദിത്വമൊക്കെ ആ ജനകീയാസൂത്രണം എന്നാൽ ഒരു പദ്ധതി നടത്തിപ്പിന്റെ ഒരു കേവലമായിട്ടുള്ള ഒരു മാർഗരേഖ മാത്രമാണ്. അതല്ലാതെ അതിലൊരു വലിയൊരു ആക്ടിന്റെ ഭാഗമായിട്ട് വലിയ ആക്ടിൽ ചെറിയ ഭേദഗതിയൊക്കെ വരുത്തിയിട്ടുണ്ടല്ലാതെ കാതലായ മാറ്റമൊന്നുമില്ല. ഗ്രാമസഭ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി വന്നതാണ്. ഭരണഘടനയുടെ ഭാഗമാണ് ഗ്രാമസഭ. കാരണം 3 ടയർ എന്നാ പറയാ. ഒന്ന് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അതിന്റെ കൂടെ ലോക്കൽ ബോഡി കൂടി ഭരണഘടനയിൽ ചേർത്തിട്ട് 3 സർക്കാരുകൾ ഭരണഘടന 73-74 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് ഈ 3 സർക്കാരുകളായിട്ട് മാറുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഗ്രാമസഭ വന്നിട്ടുണ്ട്. ഗ്രാമസഭ പഞ്ചായത്ത് രാജ് ആക്ടിൽ വലിയൊരു പ്രത്യേകത. കാരണം ഒരു പാർലമെന്റിൽ പോകണമെങ്കിൽ MP ആവണം, അസംബ്ലിയിൽ പോകണമെങ്കിൽ MLA ആവണം, പഞ്ചായത്ത് ഭരണസമിതിയിൽ പോകണമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മെമ്പർ ആവണം. എന്നാൽ ഇന്ത്യയിൽ 18 വയസ്സ് പൂർത്തിയായ ഏതൊരു പൗരനും പങ്കെടുക്കാൻ കഴിയുന്ന ഭരണഘടനാ സ്ഥാപനമാണ് ഗ്രാമസഭ. അപ്പൊ അതിനൊക്കെ ശാക്തീകരിക്കപ്പെട്ടത് ഈ ആക്ടിന്റെ ഭാഗമായിട്ടാണ്, അതല്ലാതെ ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായിട്ട്. ജനകീയാസൂത്രണത്തെ തള്ളി പറയുകയല്ല, പക്ഷെ അതാണ്, ഇതൊന്നുമല്ല ഈ അധികാരം തന്നത് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ഈ ആക്ടിന്റെ ഭാഗമായിട്ട് ആ രീതിയിലുള്ള പ്രവർത്തനം. അതിനുശേഷം കേരളത്തിൽ വലിയ വിപ്ലവങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായി. ഈ ഘടക സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ചുമതല നൽകാം, പല പദ്ധതികളും നടപ്പാക്കാം. അതുപോലെ തന്നെ ഈ ആക്ട്, പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വരുമ്പോൾ തന്നെ വനിതകൾക്ക് 33% സംവരണം കിട്ടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി. മാത്രമല്ല പല പഞ്ചായത്തും പരിശോധിച്ചാൽ 20ാം നൂറ്റാണ്ടിൽ ഒരു വനിത പോലും പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ആവാത്ത തദ്ദേശ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഭൂരിഭാഗമുള്ളത്. കാരണം ആക്ട് വരുന്നത് 94. അപ്പൊ അതിനുശേഷം വനിതാ പ്രസിഡന്റുമാർ വരാൻ തുടങ്ങി. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന്, പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഇവർക്കൊക്കെ അധികാര പങ്കാളിത്തം കിട്ടി എന്നുള്ളതാണ്. അസംബ്ലിയിൽ വനിതാ സംവരണമല്ല, പാർലമെന്റിൽ വനിതാ സംവരണമല്ല, SC സംവരണമുണ്ട്, ST സംവരണമുണ്ട്. പക്ഷെ വനിതകൾക്ക്, കൃത്യമായി വനിതകൾക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പങ്കാളിത്തം കിട്ടിയത് പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന ശേഷമാണ്. അവരിതിന്റെ പങ്കാളികളായി മാറി. വനിതകളെ വലിയൊരു മുന്നേറ്റം അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കുടുംബശ്രീ പ്രസ്ഥാനം പിന്നീട് കടന്നു വന്നു. പിന്നെ വനിതകൾക്ക് പ്രത്യേകമായ ഫണ്ട് പദ്ധതി വിധത്തിൽ ഉൾപ്പെടുത്തി ശാക്തീകരണത്തിന് ഇടപെടലുണ്ടായി. അങ്ങനെ വലിയൊരു മാറ്റം ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെത്തട്ടിൽ ആസൂത്രണം നടക്കുകയാണ്. ഒരു പ്രദേശത്തെ വികസനം എന്ത് നടക്കണമെന്ന് അവിടുത്തെ ഗ്രാമസഭ ചേർന്ന് തീരുമാനിക്കാം. മാത്രമല്ല അന്ന് ആക്ട് ആരംഭിച്ച മുതൽ തന്നെ ഒരു നാട്ടിലെ മരാമത്ത് വർക്ക് എടുക്കുന്നത് കമ്മിറ്റികളാണ്. ഇപ്പൊ അതൊക്കെ ഗവൺമെന്റിനെ റദ്ദാക്കിയിട്ടുണ്ട്. കമ്മിറ്റികൾ, ജനങ്ങൾ ചേർത്തിട്ട് കമ്മിറ്റികളായിട്ട് നടത്തുന്നു. അങ്ങനെ പിന്നെ പ്രാദേശിക തലത്തിലുള്ള ഒരു ആസൂത്രണ പ്രക്രിയ രൂപപ്പെട്ടു. വികേന്ദ്രീകരിച്ചുള്ള ആസൂത്രണം, പ്രാദേശിക ആസൂത്രണം. കർഷക തൊഴിലാളികൾ ഷർട്ട് പോലും ഇടാതെ ഗ്രാമസഭയിൽ വന്നിരിക്കുന്ന അവരുടെ ആസൂത്രണം പഞ്ചായത്തിന്റെ പദ്ധതിയായി രൂപപ്പെടുന്ന, അതിന് ഗവൺമെന്റ് ഫണ്ട് നൽകുന്ന, അത് മൃഗസംരക്ഷണ മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഒക്കെ ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. അതുപോലെ തന്നെ രജിസ്ട്രേഷനുകൾ, വിവാഹം, മാരേജ്, ഒരു മനുഷ്യന്റെ പറഞ്ഞാൽ ജനിക്കുന്ന ജനന രജിസ്ട്രേഷൻ മുതൽ മരണ രജിസ്ട്രേഷൻ വരെ എല്ലാ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് അനുമതികൾ, നേരത്തെ വിവിധ വകുപ്പുകളുടെ ജില്ലാ സംസ്ഥാന ഓഫീസിൽ ചെല്ലേണ്ട ഫയലുകളൊക്കെ നാട്ടിലുള്ള, അതുകൊണ്ടാണ് സ്വയം ഭരണ സ്ഥാപനം എന്നുള്ള ഒരു പേര് നൽകിയിട്ടുള്ളത്. ആ രീതിയിൽ എല്ലാ അധികാരങ്ങളും എല്ലാ ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങളിൽ ഒട്ടുമിക്കാൻ താഴെത്തട്ടിൽ അവരുടെ ഒരു സ്ഥാപനത്തിൽ പോയി നിൽക്കാനും അതിന്റെ പൂർണ്ണ അധികാരം ഭരണസമിതിക്കും നൽകി. ഇപ്പോ ഒരു തദ്ദേശ ഭരണസമിതിയിൽ ആക്ടിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അധികാരമുണ്ട്. അതിലൊരിക്കലും സെക്രട്ടറിയോട് ചോദ്യങ്ങൾ ചോദിക്കാന്ന് പറയുന്നില്ല. സെക്രട്ടറിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറയുന്നില്ല. അതിൽ പ്രസിഡന്റിനോട് അംഗങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. പിന്നെ അവിടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോട് വൈസ് പ്രസിഡന്റോട് ചോദിക്കാം. ഒരിക്കലും സെക്രട്ടറിക്ക് അധികാരം നൽകുന്നില്ല, ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്നില്ല.
പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ആക്ടിൽ നിർവചിക്കുന്നത് ഭരണസമിതിയെയാണ്. സെക്രട്ടറി ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥ വിഭാഗത്തെ അല്ല, ഭരണസമിതിയാണ് പഞ്ചായത്ത് എന്ന് പറഞ്ഞത്. പഞ്ചായത്ത് തീരുമാനം എന്ന് പറഞ്ഞാൽ ഭരണസമിതിയാണ്. അപ്പൊ എല്ലാത്തിനും പൂർണ്ണമായ അധികാരം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ആക്ട് നൽകുന്നുണ്ട്. ശക്തമായിട്ടുള്ള അധികാരങ്ങൾ, ഏത് വിഷയത്തിലും ഇടപെടാനുള്ള അധികാരങ്ങൾ നൽകുന്നുണ്ട്. മാത്രമല്ല, ഉദ്യോഗസ്ഥരെ, പ്രസിഡന്റിന് ഭരണസമിതി പോലും ചേരാതെ ഉദ്യോഗസ്ഥരെ, അച്ചടക്കം ലഭിക്കുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക. പിന്നീട് ചേർന്ന ഭരണസമിതി അംഗീകരിച്ചാൽ മതി. സെക്രട്ടറി ഒരു ഇല്ലീഗലായ തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിൽ സെക്രട്ടറി നോട്ട് എഴുതി കഴിഞ്ഞാൽ വീണ്ടും ആ അജണ്ടയിൽ യോഗം ചേർന്നിട്ട് സെക്രട്ടറിയുടെ നോട്ടിന് മറികടന്നിട്ടും ഭരണസമിതിക്ക് തീരുമാനം എടുക്കാം. പിന്നെ ഗവൺമെന്റിലേക്ക് പോയിട്ട് ഗവൺമെന്റ് അതിന് മറുപടി 2 ആഴ്ചക്കുള്ളിൽ തന്നില്ലേ ആ തീരുമാനം നിലനിൽക്കുന്നില്ല. അത്രമേൽ വലിയ അധികാരം ഈ ആക്ടിന്റെ രൂപീകരണ ഘട്ടത്തിൽ തന്നെ, പിന്നീട് ഒരുപാട് ഭേദഗതികൾ വരുത്തി ശാക്തീകരിച്ചെങ്കിൽ രൂപീകരണ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഈ അധികാരത്തിലൂടെ പ്രാദേശിക തലത്തിൽ വലിയ വികസനങ്ങളും നേട്ടങ്ങളും ഉണ്ടായി. പക്ഷെ പിന്നീട് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം, പിന്നീട് അതിനൊരു തുടർച്ച, അതാണ് പറയുന്നത്, ആ വികേന്ദ്രീകരണത്തെ ശക്തിപ്പെടുത്തുന്നതിന് പകരം പിന്നീട് കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് എവിടെയോ പോയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഇടപെടലൊക്കെ ഉണ്ടാവാം, കേന്ദ്രീകൃത സ്വഭാവം. ഇപ്പം ഏറ്റവും അവസാനമായിട്ട് ഈ അധികാരത്തിന്റെ സമ്പൂർണ്ണ കേന്ദ്രീകരണത്തിലേക്ക് പ്രാദേശിക ഗവൺമെന്റുകളെ ദുർബലപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഇടപെടലുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോ ആക്ട് വിഭാവനം ചെയ്യുന്ന സമയത്ത് 35% ഗവൺമെന്റ് ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകണമെന്ന് പറയുന്നത്. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഒരു ബജറ്റിലും, കേരളത്തിൽ ഇന്നേ വരെ ഒരു ബജറ്റിലും 35% തുക നൽകിയിട്ടില്ല.